ഏറ്റവും നാടകീയമായിട്ടുള്ള ഏറ്റവും വികാരം ഉയർത്താവുന്ന ഒരു വിഷയത്തിൽ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടിട്ടാൽ മാത്രം മതി എന്നാവും. ഇപ്പൊ നേരത്തെ പത്രാധിപർ എഡിറ്റർമാര്, ഇനിയിപ്പോ എഡിറ്റർമാരില്ല, എല്ലാം പെർഫോമേഴ്സ് മാത്രം എഡിറ്റേഴ്സ് ആവുകയാണ്. ഇപ്പൊ നിങ്ങൾ പുതിയ ചാനലുകളെ കാണുകയാണെങ്കിൽ മതി, അതിന്റെ എഡിറ്റർമാരായിട്ട് വരുന്നത് സ്ക്രീനിലെ പെർഫോമേഴ്സ് ആണ്. കാരണം അവരാണ് ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ആയത്. കാരണം അവര് മതി, അല്ലാതെ തിരുത്താൻ ഒരാൾ വേണ്ട, നിയമം നോക്കാൻ ആൾ വേണ്ട, ഇതൊരു ശരിയാണോ, അതിന്റെ വാല്യൂ, അതിന്റെ എത്തിക്സ്, ഇതിനൊന്നും സമയമില്ല. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ഓൺ സ്ക്രീൻ പെർഫോമൻസ്, ആ ഓൺ സ്ക്രീൻ പെർഫോമൻസിനാണ് ലക്ഷങ്ങളുടെ ശമ്പളം കൊടുക്കുന്നു, പത്രാധിപന്മാരാവുന്നു, അവര് മതി. ഇനിയിപ്പോ ക്രമേണ എല്ലാം അങ്ങനെയാവും. ഇപ്പൊ അച്ചടി മാധ്യമം ഇപ്പൊ അതിനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവർ പിന്നിലാവും. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കൂ, ഏത് ടെലിവിഷൻ ചാനൽ എടുത്താലും ആ ചാനലിന്റെ സ്ക്രീനിൽ വരുന്ന പെർഫോമറാണ് അതിന്റെ ലീഡർ. അത് നാഷണൽ ടി വി അങ്ങനെയാണ്, പിന്നെ ആഗോളതലത്തിലുള്ള ചാനലും അങ്ങനെയാണ്. ആ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന ആളിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ അതേ സംഭവിക്കാൻ പോകുന്നു. എഡിറ്റർ ഒന്നുമില്ല, നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ച് മാത്രമായിട്ട് മാറുന്നു. ഇതൊരു മാറുന്ന കാലമാണ്, ഇങ്ങനെ ഡിസ്റപ്ഷന്റെ കാലമാണ്. ഇതിലിപ്പോ നമുക്ക് വിഷമിക്കാനോ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും പണ്ട് നല്ലതായിരുന്നു, എല്ലാം ഗംഭീരമായിരുന്നു എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പണ്ടെല്ലാം മനോഹരമായിരുന്നു എന്നൊക്കെയുള്ള സങ്കല്പമല്ല. പക്ഷെ ഈ മാറ്റങ്ങളിൽ കൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു വലിയ അന്തരാള ഘട്ടമാണ്. ജനാധിപത്യത്തെ ഇതെങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും വലിയ. ജനാധിപത്യം മാത്രമല്ല, ഈ ഇങ്ങനെ വളരെ നൈമിഷികമായ ആവേശം ഉയർത്താൻ കഴിയാത്ത വാർത്തകൾക്ക് എവിടെയാണ് സ്ഥലം? ആ സ്പേസ് ഇല്ല, ആ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളില്ല, ആ വിഭാഗങ്ങളെ പറ്റി തന്നെ ചർച്ചയില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് ഇനി എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് വാസ്തവത്തിൽ എനിക്ക് യാതൊരു